നവാബ് എന്നൊരു നാട്ടിൽ സേട്ടും അവന്റെ ഭാര്യ ഉണ്ടായിരുന്നു. സേട്ടുന്റെ വലിയ ധാന്യത്തിന്റെ വ്യാപാരമായിരുന്നു. അതുകൊണ്ട് അവന്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ജോലിക്കുണ്ടായിരുന്നു. അവന്റെ അടുത്ത് അത്രയും കാശുണ്ടായിരുന്നെങ്കിലും അവന്റെ മനസ്സ് ശരിയല്ലായിരുന്നു. അവൻ ഭയങ്കര ഫ്രോഡായിരുന്നു. സേട്ടുവിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവന്റെ ഭാര്യ. അവരുടെ പേരാണ് ശാന്തി. അവര് വളരെ നല്ല മനസ്സുള്ള സ്ത്രീയായിരുന്നു. വേഗം ജോലി ചെയ്യ, ഇതെല്ലാം വേഗം ചുമന്നോട്ട് പോകൂ. ഈ ജോലിയെല്ലാം തീർത്തില്ലെങ്കിൽ നിങ്ങൾക്കെന്നാ ശമ്പളം കിട്ടില്ല. എല്ലാരും ഭയങ്കര മടിയന്മാരാണല്ലോ. അവരെപ്പോഴും അവരുടെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഭയങ്കര മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, വെറുതെ അവരെയൊക്കെ വഴക്കും പറയുമായിരുന്നു. നെല്ല് കൊടുക്കണ ദിവസം എല്ലാ ജോലിക്കാരെയും നെല്ല് വാങ്ങാനായി ലൈനിൽ നിർത്തി. വേഗം തന്നെ എല്ലാവരും കൈ പതിപ്പിച്ച അവരവരുടെ ശമ്പളം മേടിച്ചോണ്ട് പോകൂ. ഇതെന്താ ചെയ്യണത്? ഒരുപാട് കാശ് വാങ്ങിച്ചിട്ട് ഫിംഗർ പ്രിന്റ് എടുത്ത് അവർക്ക് കുറച്ച് കാശ് കൊടുക്കുകയാണോ? ഇങ്ങനെ ചെയ്താൽ ദൈവം പൊറുക്കത്തില്ല. ഇവിടെ ശ്രദ്ധിക്ക, നീ നിന്റെ ജോലി മാത്രം നോക്കിയാ മതി. കച്ചവടത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഉള്ള കാശ് മുഴുവൻ ഈ ദരിദ്രർക്ക് കൊടുത്താൽ ഞാൻ ഇവരെ പോലെയാകും. പക്ഷേ അത് അവര് കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശല്ലേ. ആ കാശിനെ ഇങ്ങനെ പറ്റിക്കാമോ? ഞാൻ നിന്നോടൊന്ന് പറഞ്ഞു. നീ പോയി നിന്റെ ജോലി നോക്ക്. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ഭാര്യ നോക്കി, അവര് ധാന്യത്തിനുള്ളിൽ ഒരുപാട് കല്ലും മണ്ണും ഒക്കെ ചേർക്കണുണ്ടായിരുന്നു. ഇതെന്താ ചെയ്യണത്? എന്താ ഇതിന്റെ ഉള്ളിൽ ഇത്രയും കല്ലും മണ്ണും ഒക്കെ ചേർക്കണത്? ഇത് ഭയങ്കര തെറ്റാണ്. അതിനെന്താ, എല്ലാം ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുമോ? എന്തെങ്കിലും മായം ചേർത്താലേ എനിക്ക് എന്തെങ്കിലും ലാഭം കിട്ടൂ. ഇതിന്ന് ഇങ്ങനെ ചെയ്യുന്നോണ്ട് എനിക്ക് നല്ല ലാഭമാ. അവരുടെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യണ കണ്ട് അവരൊരുപാട് വിഷമിച്ചു. എന്നിട്ട് അവര് പാവപ്പെട്ടവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് വിചാരിച്ചു. അദ്ദേഹം ഭർത്താവായ കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ പോയി. ഒരു ദിവസം അവിടെ ജോലി ചെയ്യണ ആൾ കരഞ്ഞോണ്ട് പറഞ്ഞു, അങ്ങുന്നേ എന്റെ ഭാര്യയ്ക്ക് നല്ല സുഖമില്ല. കുറച്ച് പണമുണ്ടെങ്കിൽ തരുവോ? എന്നെ എങ്ങനെങ്കിലും ഒന്ന് സഹായിക്കൂ. ഇല്ലെങ്കിൽ അവള് മരിച്ചു പോകും. നിന്റെ ഭാര്യ മരിച്ചാലെന്താ, ജീവിച്ചാലെന്താ? ഞാനെന്ത് വേണം? ഞാനിവിടെ സത്രമൊന്നും തുറന്നു വെച്ചിരിക്കുകയല്ല. പോ, വെറുതെ സമയം കളയാനായിട്ട്. ഇതെന്താ എങ്ങനെ പറയണത്? ആ പാവപ്പെട്ട ആളെ ഹെൽപ്പ് ചെയ്തൂടെ? നിങ്ങൾക്ക് പുണ്യെങ്കിലും കിട്ടില്ലേ? ചുമ്മാ ഇത്രയും കാശ് ഇവിടെ കിടക്കണ, അത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? ഇവരെ കുറിച്ച് പറഞ്ഞ് എന്റെ സമയം കളയരുതേ. പോയി നിന്റെ ജോലി നോക്ക്. അതേ രാത്രി നാട്ടിൽ ദാടി വെച്ച ഒരാള് അവിടെ വരും. ഇതാ, ഈ പണം ഇരിക്കട്ടെ. ഈ പണം കൊണ്ട് നിന്റെ ഭാര്യയെ ചികിത്സിക്ക. പക്ഷെ നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ സഹായിക്കുന്നത്? ഇത് നിങ്ങൾക്കുള്ള കാശാന്ന് കരുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് തിരിച്ചു തരാനാ ഞാൻ വന്നത്. നിങ്ങൾ അധികം ഒന്നും ആലോചിക്കണ്ട. ഇത് വെച്ച് ഭാര്യയെ ചികിത്സിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ആ ദാടി വെച്ച ആൾ അവിടെ നിന്ന് പോകും. ഇത് മനുഷ്യനല്ല, സത്യമായും ഇത് ഈശ്വരൻ തന്നെയാ. ഉറപ്പായും എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. മെല്ലെ മെല്ലെയായി ഈ കാര്യം നാട്ടിലെല്ലാരും അറിയാൻ തുടങ്ങി. ഒരാൾ കഷ്ടപ്പെടുമ്പോ അവരെ സഹായിക്കാൻ ഒരാൾ എത്തുമെന്ന് നാട്ടിലെല്ലാരും അറിയാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരാൾ, അങ്ങുന്നേ, അത് എന്റെ മകളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന് വേണ്ടി കുറച്ച് കാശ് വേണമായിരുന്നു. ഞാൻ എന്റെ ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ ജോലി ചെയ്യാനാ സമയം ചെലവഴിച്ചത്. ഈശ്വരനെ ഓർത്ത് എന്നെ ഒന്ന് സഹായിക്കൂ. ഉറപ്പായും അങ്ങ് തരുന്ന കാശ് ഞാനിവിടെ ജോലി ചെയ്ത് വീട്ടിക്കൊള്ളാം. എപ്പോ നോക്കിയാലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഒന്ന് കാശ് ചോദിച്ചോണ്ടേയിരിക്കും. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തരാനല്ല കാശ് സമ്പാദിക്കുന്നത്. പോയി ജോലി നോക്ക്. ഇല്ലെങ്കിൽ നിനക്കിവിടെ ജോലി കാണില്ല. ഒരു ദിവസം സേട്ടു പറയണത് കേട്ട് അയാൾ അവിടുന്ന് പോകും. അതേ ദിവസം രാത്രി ആ ദാടി വെച്ച ആള് അയാളുടെ വീട്ടിലേക്ക് ചെല്ലും. ഇതാ പണം. നിങ്ങളുടെ മകളുടെ കല്യാണം നന്നായി നടത്ത്. ഈ പണം ഉപയോഗിച്ച് ആഘോഷമായി നിങ്ങൾ മകളുടെ കല്യാണം നടത്തുക. നിങ്ങൾ ചെയ്ത ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വളരെ നന്ദി. നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചു. എന്നാൽ ഇവിടെ സഹായം കിട്ടാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. വളരെ കഷ്ടപ്പാടിലവര്. നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ? ഈ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും സഹായം ചെയ്യുമോ? ആർക്ക് സഹായം വേണമെങ്കിലും ഒരു കുറിപ്പ് എഴുതിയിട്ട് ക്ഷേത്രത്തിലുള്ള ശിവന്റെ ശിലയ്ക്ക് മുന്നിൽ വെക്കുക. ആ സന്ദേശം എൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെയുള്ളവരെ ഞാൻ ഉറപ്പായും സഹായിക്കും. ആ മനുഷ്യൻ ദാടി വെച്ച ആള് പറയണ കേട്ട് ഒരുപാട് സന്തോഷിക്കും. നാട്ടിലെല്ലാവർക്കും ഈ കാര്യം അറിയാൻ തുടങ്ങും. രാത്രി ഞങ്ങൾ പാവങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. അങ്ങനെ എല്ലാരും അത് മനസ്സിലാക്കുന്നു. ഇവിടെ നോക്കൂ, അദ്ദേഹത്തെ ശിവൻ അയച്ചതാന്ന് തോന്നുന്നു. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതാന്ന് തോന്നുന്നു. അതൊരു പ്രേതമാണെന്നാ എനിക്ക് തോന്നുന്നത്. കാരണം അയാള് രാത്രിയല്ലേ വരുള്ളൂ. പക്ഷെ മനുഷ്യനാണെങ്കിൽ പകലും വരേണ്ടതല്ലേ? ഇവിടെ നോക്കടാ, ആരാണേലും കുഴപ്പമില്ല. അയാൾ ഇനി എങ്ങാനും വല്ല കള്ളനും ആയിരിക്കുമോ?
നാട്ടിൽ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരുന്നു. അതാരെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നാട്ടിലുള്ള എല്ലാവർക്കും അത് ദൈവത്തിനെ പോലെയാണ്, അവരുടെ കഷ്ടത്തില് അവരുടെ കൂടെ നിൽക്കുന്ന ആള്. പക്ഷെ മെല്ലെ മെല്ലെ ഈ കാര്യം സേട്ടു അറിയുന്നു. ആരാണ് ഈ മഹാൻ? എനിക്കൊന്നും അറിയണമല്ലോ. ഇത്ര വലിയ മഹാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പണം മോഷ്ടിച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയാണെന്നോ? വെറുതെ വിടില്ല ഞാൻ. സേട്ടു അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരു പാവപ്പെട്ടവനെ പോലെ അവന്റെ കഷ്ടത്തിനെയൊക്കെ കത്തിലെഴുതി അവിടെ കൊണ്ട് വെച്ചു. ആ കത്തിനെ എന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് വെച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് അവൻ പോയി. പക്ഷെ അപ്പൊ തന്നെ അവന്റെ കാശ് ഓർമ്മ വരുന്നു. ശരി, എണ്ണി നോക്കാന്നും പറഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൽ കാശ് കുറവായിരിക്കും. അയ്യോ, ഇവിടെ 20 ലക്ഷം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ 15 ലക്ഷമല്ലേ ഉള്ളൂ. അയ്യോ, 5 ലക്ഷം രൂപ എവിടെ പോയി? ഈ ലോക്കറിന്റെ ചാവി എന്റെ അടുത്തല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാരെങ്കിലും മോഷ്ടിച്ചതാണോ? ഇവിടെ ഇരുന്ന കാശ് ആരാണോ എടുത്തത്? ഇതാരും അറിയണ്ടെന്ന് കരുതി വീട്ടിലെ വേലക്കാര് പോലും കാണാതാ ഞാൻ ഇത് മാറ്റി വെച്ചത്. അങ്ങനെയുള്ളപ്പോ ഇവിടെ ഇരുന്ന കാശ് എവിടാണോ പോയത്? അവരുടെ ലോക്കറിന്ന് കാശ് എങ്ങോട്ട് പോയെന്നും പറഞ്ഞ് അവർക്ക് ഓർക്കമേ വന്നില്ല. രാത്രിയുമായി. പക്ഷേ ആ പാവങ്ങളുടെ ദൈവത്തിനെ കാണണമെന്ന് അയാൾക്ക് തോന്നുന്നുമില്ല. പക്ഷെ എന്നാലും സേട്ടു ആ അമ്പലത്തിന്റെ പിറകിൽ ചെല്ലും. സേട്ട്, നീയും കുറിപ്പ് എഴുതിയോ? നിന്റെ കുട്ടിയുടെ ചികിത്സയ്ക്ക് കാശ് വേണമെന്നോ? പക്ഷേ നീ കോടീശ്വരനല്ലേ? അങ്ങനെയുള്ളപ്പോ എന്തിനാ കള്ളം പറഞ്ഞ് എന്നെ നീ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അത് നിങ്ങൾ ആരെന്നറിയാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ ശരിക്കും സഹായം ചെയ്യുന്ന ആളാണോ? പറയൂ, ഈ താടിക്ക് പുറകിലുള്ള ശരിക്കുമുള്ള മുഖം നിങ്ങൾ ആരാ? നിങ്ങളുടെ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരമില്ല. ഉപകാരം ആവശ്യമുള്ളവർ എന്നെ കാത്തിരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോകും. സേട്ടും അവന്റെ വീട്ടിലേക്ക് വന്ന് ചേരും. അവൻ ഉറങ്ങുന്നു, തിരിയുന്നു, പക്ഷെ ഉറക്കമേ വരണില്ല. കാശ് എങ്ങനെ കാണാതെ പോയെന്ന ചിന്ത ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ വീട്ടിന്റെ ഉള്ളിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ആരോ ഉള്ളി വരണ പോലെ ഉണ്ട്. ഇത്രയും രാത്രിയില് ആരാ വീട്ടിലേക്ക് വരുന്നത്? ഞാൻ കണ്ണടച്ചിട്ട് ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കാം. കുറച്ചു നേരത്തിൽ ആരോ ആ റൂമിന്റെ ഉള്ളിൽ നടന്നു വരുന്നു. എന്നിട്ട് ലോക്കർ ഓപ്പൺ ചെയ്യുന്നു. സേട്ടു പിറകുന്ന പോയി അയാളെ പിടിക്കുന്നു. കള്ളൻ, കള്ളൻ, കള്ളനെ ഞാൻ പിടിച്ചു. സേട്ട്, ബഹളമുണ്ടാക്കണ്ട. ഞാൻ കള്ളനല്ല, താങ്കളുടെ ഭാര്യയാണ്. എന്റെ ഭാര്യ ഒരു ആണിന്റെ വേഷത്തിലോ? സേട്ടു പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുന്നു. ആ കള്ളൻ അവന്റെ ശരിക്കുമുള്ള മുഖം സേട്ടുവിന് കാണിക്കുന്നു. ഈ കള്ളം വേറെ ആരുമല്ല, ഞാൻ തന്നെയാ. ഇപ്പൊ കുറച്ചു നേരത്തെ മുമ്പ് സംസാരിച്ചിട്ട് വന്നില്ലേ, അതും ഞാൻ തന്നെയാ. നിങ്ങളുടെ ലോക്കറിൽ നിന്ന് കാശ് എടുത്തിട്ട് ഈ നാട്ടിലുള്ള പാവങ്ങൾക്ക് സഹായിച്ചതും ഞാൻ തന്നെയാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പാവങ്ങളെ പറ്റിക്കില്ലെന്ന്, അവരുടെ കാശിനെ എടുക്കണ്ടെന്ന്. പക്ഷെ നിങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. എന്നോട് ക്ഷമിക്കൂ ശാന്തി. നീ ചെയ്തതാണ് ശരി. പാവങ്ങളെ സഹായിക്കണം. ഇനി മുതൽ എല്ലാവരോടും ഞാൻ ദയവുള്ളവനായിരിക്കും. എല്ലാവരെയും ഞാൻ ഉറപ്പായി സഹായിക്കും. അന്ന് തൊട്ട് സേട്ടു ശരിയായി. അദ്ദേഹം അന്ന് തൊട്ട് എല്ലാരെയും സഹായിക്കാൻ തുടങ്ങി. വളരെ നല്ല മനുഷ്യനായി മാറി. പക്ഷേ അന്ന് തൊട്ട് ജനങ്ങളെ സഹായിക്കാൻ ഒരാളല്ല 2 പേരായി മാറി. മനോജ് അവൻ്റെ ഭാര്യയുടെ കൂടെ കുഞ്ഞുമായിട്ട് നാട്ടിൽ താമസിക്കുന്നു. മനോജ് ഒരു പാവപ്പെട്ടതായിരുന്നു. അവൻ്റെ കുടുംബം അവൻ ശിക്ഷ നടത്തിക്കൊണ്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. മനോജിൻ്റെ ഭാര്യ ഭയങ്കര അത്യാഗ്രഹിയായിരുന്നു പൈസയ്ക്ക് വേണ്ടി. എൻ്റെ ഭർത്താവിൻ്റെ പൈസയിൽ അവൾ സന്തോഷവതിയല്ലായിരുന്നു. ഒരു ദിവസം ഒരുപാട് അധ്വാനിച്ചിട്ട് മനോജ് വീട്ടിൽ വന്നു. അതെ കിഷോറിന്റെ അമ്മേ, കേൾക്കൂ, എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം തരാമോ? പുറത്ത് ഭയങ്കര ചൂടാണ്. ആകാശത്ത് സൂര്യൻ നിന്ന് കത്തുന്നത് പോലെയാണ് തോന്നുന്നത്. ഇങ്ങനെ പോയാൽ റിക്ഷ ഓടിച്ച് ഞാൻ മരിച്ചു പോകുമെന്നാണ് തോന്നുന്നത്. വന്നല്ലോ രാജാവ്. ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് തിരുമ്പി തരാം. അമ്മേ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അച്ഛനോട് സംസാരിക്കുന്നത്? അച്ഛൻ വെള്ളമല്ലേ ചോദിക്കുന്നത്, അതൊന്ന് കൊടുത്താ പോരെ? പോക്കറ്റിൽ പൈസ ഉള്ളപ്പോ നമുക്ക് മധുരമായ ശബ്ദങ്ങൾ വരും. പോക്കറ്റിൽ ഒരു തുള്ളി പൈസ ഇല്ല, വീട്ടിലൊരു തുള്ളി അരിയില്ല, വായിന്ന് വിഷമല്ലേ വരുള്ളൂ. എന്നും വെയിലത്ത് ജോലി ചെയ്യുന്നതിന്റെ എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. കുടുംബം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. വേറെ ആരും വരില്ലല്ലോ നമ്മുടെ വീട്ടിലെ ആവശ്യം നിരത്താൻ വേണ്ടി. ശ്രദ്ധിച്ച് കേൾക്ക്. അടുത്ത വർഷം നമുക്ക് കിഷോറിന്റെ അഡ്മിഷൻ ചെയ്യേണ്ടതാണ്.
1 വർഷമായി എൻ്റെ മോൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കൊച്ചിനെ പഠിപ്പിക്കാൻ വൈകി പിന്നെ എന്തിനാ അവനെ ജനിപ്പിച്ചത്? ഭാര്യ മാലത്തിയുടെ വായിൽ നിന്ന് ഇങ്ങനെല്ലാം കേട്ടപ്പോൾ മനോജിന് വിഷമം വന്നു. മനോജിന് അറിയായിരുന്നു മാലത്തി പറയുന്നത് എത്രയായാലും കുറച്ച് സത്യങ്ങളാണ്. ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ടും വീട്ടിലെ ചെലവ് അവന് നടത്താൻ പറ്റുന്നില്ലായിരുന്നു. 1 വർഷമായിട്ട് ഫീസ് കൊടുക്കാത്ത അവന്റെ മോൻ ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് മാലതി ആഗ്രഹിക്കുന്ന ഈ വർഷമെങ്കിലും കിഷോർ സ്കൂളിൽ പോകണമെന്ന്. ഓട്ടോറിക്ഷ കൊണ്ട് മാത്രം ഈ ചെലവുകൾ നടന്നു പോകുന്നില്ല. നാളെ മുതൽ ഫാക്ടറിയിൽ രാത്രി ജോലിക്ക് പോകേണ്ടതുണ്ട്. കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ വേണ്ടി മനോജ് രാത്രിയും പകലും ഇല്ലാതെ റിക്ഷ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ അയാള് ചുമട്ട് പണി ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസമൊക്കെ എല്ലാം നല്ലതായി നടന്നു. ഒരു ദിവസം ഉറക്കത്തിൽപ്പെട്ട് മനോജിന്റെ കാലും മെഷീനിൽ കുടുങ്ങിപ്പോയി. അത് ഭയങ്കരമായിട്ടൊരു മുറിവായിട്ട് മാറി. മനോജിനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർ അവന്റെ കാല് മുറിച്ച് അവനെ രക്ഷപ്പെടുത്തി. എൻ്റെ കുടുംബം അല്ലെങ്കിൽ തന്നെ പട്ടിണിയിലാണ്. അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ കാല് കൂടെ നഷ്ടപ്പെട്ടു. എന്തു വിധിയാണിത് ദൈവമേ. ഇനി എനിക്ക് ഓട്ടോ ഓടിക്കാനോ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യാനോ സാധിക്കില്ല. ദൈവമേ, ഞാൻ ഇനി എന്തു ചെയ്യും? മനോജ് കരയുന്ന കണ്ടിട്ട് ഒരു സുന്ദരി പെണ്ണ് അവന്റെ അടുത്ത് വന്നു. ആ പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനോജിന്റെ മനസ്സ് ഇച്ചിരി ശാന്തമായി. അവൻ ശ്രദ്ധിച്ച് ആ പെണ്ണിനെ നോക്കാൻ തുടങ്ങി. ആ പെൺകുട്ടി നല്ല പിങ്ക് കളറ് ഒരു ഉടുപ്പിട്ടിരുന്നു. അവിടെ സുന്ദരമായ മുഖം, അവിടെ മുടിയും കണ്ടു. അവിടെ മുഖത്തെ ഇത്ര സൗന്ദര്യം കണ്ട് അവൻ പിന്നെയും നോക്കിക്കൊണ്ടേയിരുന്നു. മധുരമായ സൗണ്ടിൽ അവൾ മനോജിനെ വിളിച്ചു. മനോജ് അവന്റെ സ്വപ്നത്തിൽ നിന്ന് പുറത്തു വന്നു. എന്തു പറ്റി മനോജ്? ഇത്ര രാത്രി നീ എന്ത് ചെയ്യുക ഇവിടെ ബെഡില്? എന്തിനാ നീ തനിച്ചിരുന്ന് കരയുന്നത്? നിനക്ക് എന്താണ് നിന്റെ പ്രശ്നം? എൻ്റെ കുടുംബത്തിൽ സമ്പാദിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ്. ഞാൻ വളരെ പാവപ്പെട്ടവനാണ്. കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കിയിരുന്നത്. ഇന്നൊരു അപകടത്തിൽപ്പെട്ട് എനിക്ക് എൻ്റെ കാല് നഷ്ടമായി. ഇനി ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തെ നോക്കും? സഹായിക്കാൻ ആരും തന്നെയില്ല. എന്തിനാ മനോജ് വിഷമിക്കുന്നത്? നിന്റെ കാലില്ലെങ്കിൽ എന്തു പറ്റി? നീ റിക്ഷ വിട്ട് ടാക്സി ഓടിക്കാൻ തുടങ്ങ്. ഇതിൽ നിന്റെ വരുമാനവും കൂടും. നിന്റെ കാലില്ലെങ്കിലും നിനക്ക് നിന്റെ സ്വന്തം കുടുംബം നടത്താൻ പറ്റും. നീ വിഷമിക്കേണ്ട മനോജ്. നിങ്ങൾ എന്താണ് പറയുന്നത്? ടാക്സി ഓടിക്കാനോ? എൻ്റെ കയ്യിൽ ഓട്ടോ വാങ്ങാനുള്ള പൈസ പോലുമില്ല. എന്നിട്ടാണോ നിങ്ങൾ എന്നോട് കാറ് വാങ്ങുന്നതിനെ പറ്റി സംസാരിക്കുന്നത്? നീ വിഷമിക്കേണ്ട. നിനക്ക് ടാക്സി വാങ്ങിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നീ ശാന്തമായിട്ട് വിഷമിക്കാതെ നിന്റെ വീട്ടിൽ പോയിക്കോ. നീ ചെല്ലുമ്പോൾ നിന്റെ വീടിന്റെ വെളിയിൽ ഒരു ടാക്സി നിൽക്കുന്നത് കാണാം. ആ ടാക്സി നിന്റെ സ്വന്തമാണെന്ന് വിചാരിക്കുക. പക്ഷെ ഒരു കാര്യം നീ ഓർക്കുക, എന്ത് സാഹചര്യം വന്നാലും നീ ഈ ടാക്സിയെ പറ്റി ആരോടും പറയേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ എവിടെ നിന്നാണ് ആ ടാക്സി എൻ്റെ വീട്ടിലേക്ക് വരുന്നത്? മനോജ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ റോസ് ഉടുപ്പിട്ട പെൺകുട്ടി ദൂരത്തിൽ പോയിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൾ റൂമിലോട്ട് പോയി. അവൾ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരുന്നു. മനോജ് അവളെ വിളിച്ചോണ്ടേയിരുന്നു. ഉറക്കെ വിളിച്ചോണ്ടേയിരുന്നു. നിൽക്കൂ, നിങ്ങളുടെ പേരെങ്കിലും പറഞ്ഞിട്ട് പോകൂ. നിങ്ങൾ എന്നെ എന്തിനാണ് സഹായിക്കുന്നത്? മനോജ് ഉറക്കെ അവളെ സൗണ്ട് ഇട്ട് വിളിച്ചോണ്ടേയിരുന്നു. അപ്പോൾ അവൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചു. അവൻ അവൻ്റെ കട്ടിലിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് അവൻ്റെ ശരീരമെല്ലാം വേദനിക്കാൻ തുടങ്ങി. മനോജിന് അവൻ്റെ സ്ഥലത്തുനിന്ന് അനങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ടായിരുന്നു. 3 ദിവസം തന്നെ അവൻ കട്ടിലിൽ തന്നെ കിടന്നു വേദനയും കൊണ്ട്. പക്ഷേ അവൻ്റെ ഭാര്യ അവനെ കാണാൻ ആശുപത്രിയിൽ വന്നതേയില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രി വിട്ടു. അവൻ എങ്ങനെയോ ബുദ്ധിമുട്ടി വീട്ടിലെത്തി. മാലതിയും എൻ്റെ മകനും എവിടെ പോയി? മാലതി, കിഷോർ, നിങ്ങൾ എവിടെയാണ്? മനോജ് വീട്ടിലെല്ലാം തിരക്കി അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും തിരങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ അവിടെ എത്തുന്നു. മാലത്തി എപ്പോഴേ വീട് വിട്ടുപോയി. 3 ദിവസം മുമ്പേ അവിടെ എല്ലാ സാധനവും അവൾ കെട്ടിപ്പെറുക്കി കിഷോറിനെ എടുത്തുകൊണ്ട് പോയി. അവൾ പറയുന്നത്, ഈ വികലാംഗന്റെ കൂടെ എങ്ങനെ ഞാൻ ജീവിതം കഴിച്ചു കൂട്ടും? ആ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് മനോജിന് ഭയങ്കര വിഷമമായി. മാലത്തി എങ്ങനെയായോ അവൻ്റെ കുടുംബത്തെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവന് തോന്നി എല്ലാ ഈശ്വരൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു. ആ രാത്രി മുഴുവൻ അവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഉറക്കത്തിൽ എപ്പോഴാണ് അവൻ ഉറങ്ങിയെന്ന് അവന് തന്നെ അറിയില്ല. അടുത്ത ദിവസം രാവിലെ എണീച്ചപ്പോൾ അവൻ്റെ വീടിൻ്റെ വെളിയിൽ നല്ല തിളങ്ങുന്ന ഒരു ടാക്സി കണ്ടു. ഇതെന്താണ് എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കാറ് കിടക്കുന്നത്? ഇതിന്റെ അർത്ഥം അന്ന് ആ പെൺകുട്ടി പറഞ്ഞതെല്ലാം സത്യമായിരുന്നെന്നാണ്. ഇതൊരു മാന്ത്രിക കാറാണ്. അവന്റെ ആകാംക്ഷയെ തണുപ്പിച്ചുകൊണ്ട് അവന്റെ കയ്യിലെ വടിയും വെച്ച് അവൻ ടാക്സിയുടെ അടുത്ത് വന്നു. ഇത് ശരിക്കും മാന്ത്രിക ടാക്സി ആണെങ്കിൽ പോകൂ, മന്ദിരത്തിലേക്ക് പോകൂ. മനോജ് ഇത്രയും പറയുന്നുള്ളായിരുന്നു. ടാക്സി കാറ്റിൽ അവനോട് സംസാരിക്കുന്നു. പെട്ടെന്ന് സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു അമ്പലത്തിന് മുന്നിൽ ടാക്സി വന്നു. എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഭഗവാനെ,
ഇതെല്ലാം സത്യം തന്നെയാണോ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഞാൻ സ്വപ്നം കാണുകയല്ലല്ലോ. മനോജ് ടാക്സിയിൽ നിന്ന് താഴെ ഇറങ്ങി എല്ലായിടത്തും ഒന്ന് നോക്കി. എല്ലാ സൈഡിൽ കൂടെ ടാക്സി ഒന്ന് നോക്കി. കാണാനാണെങ്കിൽ സാധാരണ ടാക്സി പോലെ തന്നെ ഉണ്ട്. പെട്രോൾ ഇല്ലാതെയും ഡ്രൈവർ ഇല്ലാതെയും നല്ല തേജായിട്ട് തന്നെ ഇവനോടും. മനോജിന് വിശ്വസിക്കാനേ പറ്റിയില്ല. ഈ അത്ഭുതമായ ടാക്സി കണ്ടിട്ട് അവന് കാല് നിലത്ത് നിൽക്കുന്നേ ഇല്ലായിരുന്നു. അവൻ്റെ കാല് മുറിച്ച സമയത്ത് അവൻ്റെ ഭാര്യ അവൻ്റെ കൂടെ ഇല്ലായിരുന്നു. അവനെ ഇട്ടിട്ട് പോയി. അപ്പോൾ അവന് വിഷമം വന്നു. അവൻ്റെ ജീവിതം അവന് ഭയങ്കര സങ്കടമായിട്ട് തോന്നി. ജോലി ചെയ്യാൻ വേണ്ടി അവനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അവൻ വിചാരിക്കുന്ന ഭിക്ഷാടനം ചെയ്താൽ എന്നാണ് ആലോചിക്കുമായിരുന്നു. അതുകൊണ്ട് ഈശ്വരൻ അവന് വേണ്ടി എന്തോ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്നും മനോജ് ടാക്സി എടുത്ത് റോഡിൽ പോകാറുണ്ട്. അവൻ്റെ മാജിക്കൽ ടാക്സി കൊണ്ട് 1000 രൂപയിൽ മേലുണ്ടാക്കി അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ അവൻ ഒരുപാട് സമ്പാദിച്ചു. ആദ്യം തന്നെ അവൻ അവൻ്റെ പൊട്ടിപ്പടിഞ്ഞ വീടിനെ നന്നാക്കി പുതിയതുണ്ടാക്കി. അവൻ്റെ മാജിക്കൽ ടാക്സി കൊണ്ട് ഇത്രയും അവൻ സമ്പാദിച്ചിട്ട് കൂട്ടി. അങ്ങനെ മനോജിന്റെ ജീവിതത്തിൽ പൈസയ്ക്ക് ഒരു കുറവും വന്നില്ല. പക്ഷെ അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങൾക്കും ഇല്ലാത്തതുകൊണ്ട് ആ വീട് അവന് വിഷമം ഉണ്ടാക്കി. അവൻ എപ്പോഴും അവൻ്റെ മകൻ കിഷോറിന്റെ ഓർമ്മ വരുമായിരുന്നു. ഒരു ദിവസം, മാന്ത്രിക വണ്ടി, എന്നെ വേഗം മാർക്കറ്റിലെത്തിക്കൂ. മനോജ് ഇത്രയും പറഞ്ഞല്ലോ. അപ്പോഴത്തെ ടാക്സി തന്നെത്താനെ കുതിച്ചു പായാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ പക്ഷെ ടാക്സി മാർക്കറ്റിൽ പോകാതെ അത് നേരെ ഇടവഴിയിലോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോജ് നോക്കിയപ്പോൾ ഒരു മുഷിഞ്ഞ നാറിയ ഉടുപ്പിട്ട ഒരു സ്ത്രീയെ കണ്ടു. അവൾ വലിയൊരു മരത്തിന്റെ കീഴിൽ നിന്ന് തുണി തേക്കുകയായിരുന്നു. ആരാ ഇത്? മാലതിയാണോ? പെട്ടെന്ന് തന്നെ മനോജിന് അവന്റെ ഭാര്യയെ മനസ്സിലായി. അവർ ഓടി അവിടെ അടുത്തു വന്നു. മാലതി, നിനക്ക് എന്താണ് സംഭവിച്ചത്? നിന്റെ ശരീരത്തിൽ ആവശ്യത്തിന് വസ്ത്രങ്ങൾ പോലും ഇല്ലല്ലോ. എന്തു പറ്റി നിനക്ക്? നിങ്ങൾ ആരാണ്? കിഷോറിന്റെ അച്ഛനാണോ? നിങ്ങൾ ഒരുപാട് മാറിപ്പോയി. ടാക്സി നിങ്ങളുടെയാണ്? ആ, ഇതെന്റെ ടാക്സിയാണ്. ഞാനിപ്പോ പഴയ പാവപ്പെട്ടവനായ മനോജ് അല്ല. ഇപ്പൊ 2 നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എനിക്ക് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്കിതെല്ലാം വന്നു ചേർന്നപ്പോൾ എൻ്റെ കുടുംബം എന്നെ വിട്ടുപോയി. ഞാനൊരു ക്ഷമ പറയാൻ എനിക്കൊരു യോഗ്യതയില്ല. ഞാൻ എപ്പോഴും എൻ്റെ അത്യാഗ്രഹത്തിൽ നിങ്ങളെ ദ്രോഹിച്ചു. അധ്വാനിച്ചെങ്ങനെ വീട് നടത്തുന്ന ഇപ്പോഴാ മനസ്സിലായേ. വീട് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായേ. മാലതി കൈകൂപ്പി മനോജിനോട് ക്ഷമ ചോദിച്ചു. എൻ്റെ മകൻ എവിടെ പോയി? അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം മാലതി. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ കഷ്ടപ്പാടുകൾ നിന്നെ മാറ്റിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലും നീ എൻ്റെ മകനെ പഠിക്കാൻ സ്കൂളിൽ വിട്ടല്ലോ. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. കുറച്ച് കഴിഞ്ഞപ്പോൾ കിഷോർ സ്കൂളിൽ നിന്ന് വന്നു. അച്ഛനെ കണ്ട് സന്തോഷിക്കുന്നു. മനോജ് അവൻ്റെ ഭാര്യയും കുട്ടിയെ അവൻ്റെ ടാക്സിയിൽ ഇരുത്തുന്നു. പോകൂ മാന്ത്രിക വണ്ടി, ഇപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ടാക്സി റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് മനോജിനെ അത് വീട്ടിലെത്തിച്ചു. ഇപ്പം മനോജിന് മനസ്സിലായി എന്തുകൊണ്ടാണ് അവൻ്റെ മാജിക്കൽ ടാക്സി ആ സൈഡിൽ കൂടെ പോയെന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാജിക്കൽ ടാക്സി മാലതിയെ കാണാൻ വേണ്ടിയാണ് അതുവഴി പോയെന്ന്. ഏയ് മാന്ത്രിക ടാക്സി, നിന്റെ ജോലി നീ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്നെ ആവശ്യത്തിലധികം നീ ഇപ്പോൾ തന്നെ സഹായിച്ചിരിക്കുന്നു. നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ മടങ്ങിപ്പോയിക്കോളൂ. മനോജ് പറയുന്ന കേട്ട് നിൽക്കവേ മാജിക്കൽ ടാക്സി പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി. ഈ ടാക്സി മാലാഖയുടെ സമ്മാനമായിരുന്നു. അതുകൊണ്ട് അവൻ സന്തോഷമായിട്ട് മാജിക്കൽ ടാക്സിയെ തിരിച്ചു കൊടുത്തു.